എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവളുടെ അമ്മയുടെ അടുത്ത് വന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങള് സുധീന്ദ്രനെ തനിക്ക് ഇഷ്ടമാണെന്നും ശ്രുതിയോടൊപ്പം ഇനി ബാക്കിയുള്ള കാലം ജീവിക്കാമെന്നും താൻ വിചാരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ അമ്മയോട് പറയുമ്പം അമ്മ ഒരേ ഒരു കാര്യമാണ് ശ്രുതിയോട് ചോദിക്കുന്നത്. മോളെ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നീ അവരുടെ വീട്ടുകാരോടും ആ ചെറുക്കനോടും ഒക്കെ സംസാരിച്ചോന്ന് തന്നെയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ. അവൾ അമ്മയാണെന്ന് പോലും നോക്കാതെ ആ അമ്മയോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അതെ അമ്മേ, നിങ്ങളെ കാശ് മോഹിച്ച് മാത്രമാണ് 18ാമത്തെ വയസ്സിൽ എന്നെ ഒരു വൃദ്ധന് വിവാഹം ചെയ്ത് കൊടുത്തത്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ദാ നടക്കുന്ന കൊച്ച്. എന്തായാലും ഇനി എനിക്ക് അങ്ങനെയുള്ളൊരു ജീവിതം ജീവിക്കാനൊന്നും പറ്റില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കണം. അതിന് അമ്മയുടെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ നടന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും അമ്മ പറയാനായിട്ടുള്ള ഇടവരരുത് എന്നൊക്കെ താക്കീത് ചെയ്യുകയാണ് ശ്രുതി. അപ്പൊ ശ്രുതിയുടെ ഈ ഒരു മാറ്റമൊക്കെ കാണുമ്പോൾ മോളെ, കല്യാണി മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നും പറഞ്ഞ് അമ്മയാണെങ്കിലും മോളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നത്തെ നമ്മുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ. അന്നത്തെ സാഹചര്യത്തിൽ ആ ഒരു വിവാഹം ചെയ്തു വിടാനേ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറ്റുള്ളായിരുന്നു. എന്തായാലും എന്റെ മോളെ, ഇനി അത് വിചാരിച്ചിട്ട് ഒരിക്കലും ഞങ്ങളോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്. ഈ കുഞ്ഞ് നിന്റെ കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അമ്മേ, ഞാൻ അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവനോട് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ അവന്റെ ചേച്ചിയാണ് എന്നുള്ള കാര്യമാണ്. അതെങ്ങാനും തിരുത്തി അമ്മ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ കല്യാണി ആരാണ് എന്നുള്ള കാര്യം അമ്മ മനസ്സിലാക്കുമെന്നും പറഞ്ഞ് ശ്രുതി വളരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കിന് ഈ കുഞ്ഞ് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കുഞ്ഞിന് അറിയില്ല ഇത് സ്വന്തം അമ്മ തന്നെയാണ് എന്നുള്ള കാര്യം. അപ്പൊ കൊച്ചെന്താണ് അമ്മേ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്നത് എന്നൊക്കെ ശ്രുതി പോയി കഴിയുമ്പോ അമ്മയോട് അടുത്ത് ചോദിക്കുന്നുണ്ട്. മോനെ, ചേച്ചിക്ക് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് മോൻ അതൊന്നും കാര്യമാക്കണ്ട, മോൻ പോയി കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് അമ്മ കുഞ്ഞിനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് കണ്ണീരോട് കൂടി ആ ഒരു അമ്മ അവിടെ നിൽക്കുക കേട്ടോ. ഇതിന് പിന്നാലെ നമ്മുടെ ശ്രുതി ചെല്ലുന്നതെന്ന് പറഞ്ഞാല് ചന്ദ്രയുടെ വീട്ടിലേക്കാണ്. അപ്പം ചന്ദ്രയോട് വിളിച്ച് പറയാണ്, മാഡം, ഞാൻ മാഡത്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്, അത് നേരിൽ കണ്ടു തന്നെ സംസാരിക്കണമെന്ന് പറയുക. അപ്പൊ ഭാമി അങ്ങനെതാ നമ്മുടെ ശ്രുതി ഭാമയെയും കൂട്ടി ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ശ്രുതി വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ മോളെ രേവതി, നീ വേഗം തന്നെ ഒരു ആരതി ഒരുക്കി വെക്കാൻ പറയാണ്. എന്താ അമ്മ ആരതിയൊക്കെ ഒരുക്കുന്നത്? അതെ, ഇവിടെ ഒരു വിശിഷ്ട അതിഥിയാണ് വരുന്നത്, നിസ്സാരക്കാരിയല്ല. അതുകൊണ്ട് ആ മോള് വരുന്ന സമയത്ത് അവളെ ആരതി ഒഴിഞ്ഞു വേണം അകത്തോട്ട് കയറ്റാനെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പൊ രേവതി പാവമുണ്ട്, കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവളാണെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാട്ടോ. അപ്പൊ ഈ സമയത്താണെങ്കിലോ ഇതാ നമ്മുടെ ശ്രുതിയും ഭാമയും കൂടി ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഇവര് വന്നതും അമ്മ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ ഇതാ തട്ടമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് കൊണ്ടുവന്ന് ചന്ദ്രയാണെങ്കിൽ മോളെ നന്നായിട്ടൊന്ന് ഒഴിഞ്ഞിട്ട് അവളെ അകത്തോട്ട് ക്ഷണിക്കുകയാണ്. വാ മോളെ, വലതുകാല് വെച്ച് വരണോട്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കിനും ഭാമയാണെങ്കിലോ ഈശ്വര, ഇനി ഈ പെണ്ണ് ഇവിടെ വന്നിട്ട് എന്താ പറയാൻ പോകുന്നതെന്ന് ഭാമയ്ക്ക് പോലും അറിയത്തില്ല. അപ്പം ചന്ദ്രയുടെ ഈ ഒരു സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ. അപ്പൊ ശ്രുതിയാണെങ്കിൽ അമ്മ, ഞാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ തീരുമാനിച്ചു ഇനി എന്താ മുന്നോട്ട് വേണ്ടത് എന്നുള്ള കാര്യം. എനിക്ക് സുധീന്ദ്രന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ സമ്മതമാണ്, അമ്മയുടെ മകളായിട്ട് ജീവിക്കാൻ സമ്മതമാണ് എന്നുള്ള ആ ഒരു കാര്യം ഇവൾ ഇങ്ങനെ ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് സ്വർഗം കീഴടക്കിയ ആ ഒരു സന്തോഷമാണ്. ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ, അമ്മ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് മോള് പറഞ്ഞത്. എന്തായാലും ശ്രുതിയെ ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ. അപ്പം ശ്രുതി അവിടെ വന്നതും നമ്മുടെ ശ്രുതിയെ കണ്ട് ശ്രുതി ശരിക്കും ഞെട്ടുകാട്ടോ. ഇതെന്താണ് ശ്രുതി ഇവിടെ എന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിൽ പൊട്ടനാട്ടം കാണുന്നത് പോലെ എല്ലാം കണ്ട് നിൽക്കുകയാണ്. ഇവൾക്ക് ശരിക്കും കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രവി വരികയാണ്. രവി അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ചന്ദ്രമതി രവിയെ പരിചയപ്പെടുത്തുകയാണ്. മോളെ, ഇത് സുധിയുടെ അച്ഛനാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഓടിപ്പോയി സുധിയുടെ അച്ഛനാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ രവിയുടെ കാല് തൊട്ട് വണങ്ങുകയാണ് ശ്രുതി. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിനും ചന്ദ്രമതി രവിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. അതെ, ഈ മോള് നമ്മുടെ സുധിയുടെ ഭാര്യയായിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? എന്തായാലും അത്യാവശ്യം കാശുള്ള വീട്ടിലെ നല്ല കുടുംബം, നല്ല സൂപ്പർ കുടുംബമാണ് ഇവളുടെ കുടുംബം. അച്ഛനൊക്കെ വിദേശത്താണ് എന്നുള്ള കാര്യം
കാര്യമൊക്കെ പറയുമ്പം രവി ചോദിക്കുന്നുണ്ട്, എന്റെ ചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഈ പറയുന്നത്? അത് ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മകന് ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അതിലെന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നീ നന്നായിട്ട് ആലോചിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്റെ പൊന്നു മനുഷ്യ, ഇനി നിങ്ങൾ അതും ഇതും പറഞ്ഞു ഉടക്കല്ലേ. ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേക്ക്. എന്തായാലും ഇവളുടെ അച്ഛൻ സിംഗപ്പൂരിൽ ഉള്ള ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം കല്യാണത്തിന് വരുവോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ അയാൾ നിങ്ങളെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചോളും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. എനിക്ക് അറിയാവുന്നതാണ്, നമ്മുടെ ഭാമയ്ക്കും അറിയാവുന്ന കുട്ടിയാണ്, നല്ല തങ്കക്കുടം പോലത്തെ കുട്ടിയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയെ. ശ്രുതിയാണെങ്കിലോ ശ്രുതിയോട് തനിച്ച് സംസാരിക്കുക കേട്ടോ. അതെ, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ അത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നില്ലേ, അത് ഇഷ്ടമാണെങ്കിൽ ഇട്ടിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനം എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോന്ന് പറയാണ്. ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞ് അവൻ റൂമിലേക്ക് പോവാട്ടോ. പോയി നമ്മുടെ ശ്രുതി വാങ്ങിക്കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പൊ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നീ കുറച്ചു മുന്നേ വേറൊരു ടീഷർട്ട് അല്ലേ ഇട്ടത്, ഇതെന്താ ഇപ്പൊ ഇതിട്ടുകൊണ്ട് വരുന്നത്? അത് ശ്രുതിക്കറിയാമേ, എന്റെ മനസ്സാണ് ഞാൻ അവളോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ശ്രുതി ഗിഫ്റ്റ് കൊടുത്തതാണ് എന്നുള്ള കാര്യം ചന്ദ്ര മനസ്സിലാക്കുകയാണ്. അപ്പം ഇവര് തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഇനിയിപ്പം വേറെന്താ ഒരു തടസ്സമല്ലേ, കല്യാണം നടക്കുക തന്നെ ചെയ്യും. അങ്ങനെ വളരെ സന്തോഷമായിട്ട് എന്നാ ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പം ആദ്യം നമ്മുടെ രേവതിയോട് ശ്രുതി പെരുമാറുന്നത് ഒരു വേലക്കാരിയോടൊക്കെ കാണിക്കുന്ന പോലെ തന്നെയാണ്. പിന്നീടാണ് രേവതി ഈ വീട്ടിലെ മരുമകളാണെന്നും സച്ചിയുടെ ഭാര്യയാണ് എന്നുള്ള കാര്യമൊക്കെ ഇവള് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവള് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ശ്രുതിയുടെ ഒപ്പം നമ്മുടെ സുധീന്ദ്രനും കൂടി, അമ്മ ഞാനും ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവനും ആ കൂടെ ഇറങ്ങുകയാണ്. അപ്പൊ ഇവര് പോയി കഴിയുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലോ, എന്റെ മകന് നല്ലൊരു ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്, അത്യാവശ്യം കാശുള്ള നല്ല തറവാടികളായിട്ടുള്ള, അല്ലാതെ ഈ പൂക്കാരിയെ പോലെയുള്ള ഫാമിലിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചം പറയാൻ തുടങ്ങി. ഇത് കേട്ടുകൊണ്ട് രവി വന്നിട്ട് പറയുന്നുണ്ട്, അതെ, എന്തൊക്കെ കുടുംബം മഹിമ പറഞ്ഞാലും ഒരു പെണ്ണും ചെറുക്കനെ ആലോചിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരില്ല. എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങള് അവളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ബന്ധുക്കാരെയോ ഒക്കെ കൂട്ടിയാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ഇപ്പൊ ഈ കാണിച്ച പരിപാടി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലാട്ടോ എന്ന് പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്റെ മോന് നല്ലൊരു ജീവിതം കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അത് തന്നെയല്ലേ നിങ്ങളുടെ പ്രശ്നമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും രവി പറയാ, എന്റെ പൊന്നു ചന്ദ്രയെ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ഒരു സീനിന് ശേഷം നമ്മുടെ രേവതി ആണെങ്കിലോ ദേവുവിനെ വിളിക്കുകയാണ്. അപ്പൊ വീട്ടിലേക്ക് വിളിച്ച് വിവരങ്ങളെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ ഇന്ന് ശ്രുതി വന്ന കാര്യങ്ങളെല്ലാം പറയാണ്. എന്റെ ചേച്ചി ഇത് ഭയങ്കര വെറൈറ്റി ആണല്ലോ, സാധാരണ ചെറുക്കന്മാരല്ലേ പെണ്ണിനെ പോയി കാണുന്നത്, ഇതിപ്പോ ചേച്ചിയുടെ വീട്ടിലെല്ലാം തലതിരിവാണല്ലോ. അല്ല ചേച്ചി, പെണ്ണെങ്ങനെയാ, സുന്ദരിയാണോ എന്ന് ചോദിക്കുകയാണ്. പെണ്ണ് കുഴപ്പമില്ലടി, സുന്ദരിയൊക്കെ തന്നെയാണ്. ഇനി ഭാവി ജീവിതം എങ്ങനെയാകുമെന്നുള്ള കാര്യം അറിയില്ല, ഇവൻ ആ പെണ്ണിനെയും ഉപേക്ഷിച്ച് പോകുമോന്ന് അറിയത്തില്ലല്ലോ. അന്നൊക്കെ ഇവരിങ്ങനെ തമാശ പറയുമ്പോഴത്തേക്കിനും ചേച്ചി എങ്ങനെയുണ്ട് അവളുടെ പെരുമാറ്റവും കാര്യങ്ങളും ഒന്ന് ദേവു ചോദിക്കുകയാണ്. ഉടനെ തന്നെ അവൾ ആ വീട്ടിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് രേവതിയെ വേലക്കാരിയെ പോലെയാണല്ലോ കണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ദേവുവിന്റെ അടുത്ത് രേവതി പറയുകയാണ്. അപ്പം തന്നെ നമ്മുടെ ദേവു പറയുന്നുണ്ട്, അതെ ചേച്ചിക്ക് ആ വീട്ടിലുള്ള സ്ഥാനവും അത് ചേച്ചിക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ മേലായിരുന്നോ? എന്നാത്തിനാണ് ഇവളെയൊക്കെ എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്കും 2 കൊട്ടിന്റെ ആവശ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരിക കേട്ടോ. ലക്ഷ്മിയമ്മ വന്നിട്ട് പറയാണ്, എന്റെ പൊന്നു മോളെ ദേവു, നീ ഒരു കാര്യം ചെയ്, നിന്റെ ചേച്ചി അല്ലെങ്കിൽ തന്നെ സച്ചിയേട്ടനുമായിട്ട് അവിടെ ഇടിയാണ്. ഇനി അതിനിടക്ക് നീ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവളും അമ്മായിയമ്മയും തമ്മിൽ വീണ്ടും പ്രശ്നമാക്കാനാണോ? നീ നിന്റെ കാര്യം നോക്കി അടങ്ങി എവിടെയെങ്ങാനും നിക്കണോന്ന് പറയാണ്. അപ്പൊ ദേവു പറയാ, ചേച്ചി ഈ അമ്മ ഭയങ്കര അലമ്പാണ്, ഞാൻ വെക്കുവാണ് കേട്ടോ എന്നും പറഞ്ഞ് അവള് ഫോൺ കട്ട് ചെയ്യാട്ടോ. അങ്ങനെ ആ ഒരു സീനിന് ശേഷമാണെങ്കിലോ നമ്മുടെ പുറത്തേക്ക് പോയ ടീമുണ്ടല്ലോ, ശ്രുതിയും 2 പേരും കൂടി ഒരു ഐസ്ക്രീം പാർലറിൽ കയറുകയാണ്. അപ്പം അവിടെ കയറിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ തന്നെ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് ഒരു പീസേ ഉള്ളൂ. അപ്പം എന്തായാലും ആ ഒരു പീസാണ് ഒരു പീസ്, അതിങ്ങോട്ട് എടുത്തോ, 2 സ്പൂണും എടുത്തോളാൻ പറയുകയാണ്. അപ്പം ഇവര് ആ ഒരു ഐസ്ക്രീം എടുത്തിട്ട് 2 ആളും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ സച്ചി നല്ല ഓട്ടത്തിലൊക്കെ ആയിരുന്നു.
സച്ചിയാണെങ്കിൽ ഇതാ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ആ ഒരു സ്റ്റാൻഡിലെത്തി. അപ്പം എത്തിയതും വണ്ടിയിൽ യാത്ര ചെയ്ത ആളാണെങ്കിൽ പൈസ കൊടുക്കുന്ന സമയത്ത് എൻ്റെ പൊന്നു ചേട്ടാ ചില്ലറയൊക്കെ തരണ്ടേ, ദേ ഞാൻ ഇനി ഇത് എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വരാനാണ്, ഒരു കാര്യം ചെയ്യ് ചേട്ടൻ ഇവിടെ നിൽക്ക്, ആ പൈസ ഇങ്ങ് തന്നെ, ഞാൻ അപ്പുറത്തെ ബേക്കറിയിൽ പോയി ക്യാഷ് ചേഞ്ച് ആക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് സച്ചി ആ പൈസയുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന കാഴ്ച സുധിയോടൊപ്പം ഒരു പെണ്ണിരിക്കുന്ന കാഴ്ചയാണ്. അപ്പം സുധിയോടൊപ്പം ഇരിക്കുന്ന പെണ്ണ് ആരാണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഇവൻ കാണുന്നില്ല കേട്ടോ, ഫേസ് കാണുന്നില്ല. അപ്പൊ നമ്മുടെ സച്ചി ചിന്തിക്കുന്നത് ഇനി ഇവൻ ഞങ്ങളെയൊക്കെ പറ്റിച്ചിട്ട് അവൻ കടന്നു കളഞ്ഞു എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ നീലിമ, ഇനി അവളുമായിട്ട് തന്നെ ഈ നാട്ടിൽ കിടന്ന് ചുറ്റുവാണോ എന്നുള്ള ഡൗട്ടാണ് നമ്മുടെ സച്ചിക്ക് വരുന്നത്. എന്തായാലും സച്ചിയുടെ ഡൗട്ടൊന്നും കറക്റ്റ് അല്ല, പക്ഷെ അവൻ വിചാരിക്കുന്ന കാര്യം ഈ ഫ്രോഡ് സുധി 50 ലക്ഷം മുക്കിയിട്ട് എന്നിട്ട് അവൻ നൈസായിട്ട് പിന്നെ താമസിച്ചല്ലോ ലിവിങ് ടുഗദർ ആയിട്ട്, അതുപോലെ തന്നെ ആ പെണ്ണിന്റെ കൂടെ തന്നെ താമസിക്കുന്നുണ്ടാവും. ഇപ്പം വീട്ടിൽ കയറി കൂടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് മടങ്ങി വരവും കാശ് നഷ്ടപ്പെട്ടതും എന്നൊക്കെ വിചാരിച്ച് സച്ചി ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി സമയം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.